ദൈവത്തിൻ്റെ പ്രവൃത്തി പലപ്പോഴും നമ്മുടെ സമയത്തല്ല, ദൈവഹിതം പോലെയാണ് നടക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാത്തിരിക്കുക എന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഇൻസ്റ്റന്റ് വേൾഡ്, എല്ലാം ഉടനടി ലഭിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രത്യേക കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ കാത്തിരിക്കുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞ കാര്യമാണ്. ഒരു രോഗി തൻ്റെ പരിശോധനാ ഫലത്തിനായി കാത്തിരിക്കുന്നത് വളരെ വേദനയോടെ, ഭയത്തോടെയായിരിക്കാം. ജോലി ലഭിക്കുവാനായി കാത്തിരിക്കുന്ന നിമിഷം അതും ആശങ്കാജനകമാണ്. തൻ്റെ മക്കളുടെ നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ കാത്തിരിപ്പും വ്യത്യസ്തമാണ്. ഒരു തലമുറയ്ക്കായി കാത്തിരിക്കുന്നവർ, എൻ്റെ കടങ്ങൾ തീരുന്ന ദിവസത്തിനായി കാത്തിരിക്കുന്നവർ, തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമോ എന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നവർ. ഈ പ്രാർത്ഥനകളുടെ എല്ലാം സാധാരണമായൊരു ചോദ്യം, കർത്താവേ, എപ്പോൾ? ഒരുപക്ഷെ ദൈവം ഇതിന് തരുവാൻ ആഗ്രഹിക്കുന്നൊരു മറുപടി ഇതായിരിക്കാം, ഇപ്പോഴല്ല, പക്ഷെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും നൽകുകയാണ്. യേശുവിന് അവിടുത്തെ പ്രശ്നം അറിയാമായിരുന്നു. അത് പരിഹരിക്കാനുള്ള ശക്തിയും തനിക്കുണ്ടായിരുന്നു. എന്നാൽ താൻ ഉടനെ പ്രവർത്തിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം യേശുവിൻ്റെ ജീവിതം മനുഷ്യരുടെ സമ്മർദ്ദങ്ങളനുസരിച്ചല്ല, അത് തൻ്റെ പിതാവിൻ്റെ സമയക്രമം അനുസരിച്ചാണ്. ഇത് പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. നമുക്ക് ആവശ്യങ്ങളുണ്ടായിരിക്കാം, എന്നാൽ ദൈവം നമ്മുടെ ഭാവിയെ അറിയുന്നവനാണ്. ഇന്നത്തെ ആവശ്യങ്ങൾ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവം നമ്മുടെ ഭാവിയെ മുഴുവനായി കാണുന്നു. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് എനിക്കിതിന് മറുപടി തരണമേ. പക്ഷേ ഈ സമയത്ത് നമുക്ക് ദൈവം തരുന്ന മറുപടി ഇതായിരിക്കാം, കുറച്ചുകൂടി കാത്തിരിക്കുക. കാരണം ദൈവത്തിൻ്റെ മറുപടിക്കായി കാത്തിരിക്കുന്നതും ദൈവപ്രവൃത്തിയുടെ ഭാഗമാണ്. ഈ സാഹചര്യത്തിൽ നമുക്ക് തോന്നാം, ദൈവം എന്നെ മറന്നോ? എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാത്തത്? ഈ ചോദ്യങ്ങളൊന്നും തെറ്റല്ല. ബൈബിളിൽ ഇതേ ചോദ്യം തന്നെ വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ നിശബ്ദത ഒരിക്കലും ദൈവപ്രവൃത്തിയെ ഇല്ലാതെയാക്കുന്നില്ല. ദൈവത്തിൻ്റെ നിശബ്ദത പോലും ഒരു മറുപടിയാണ്. കാനാവിലെ കല്യാണ സമയത്ത് യേശു ഒരു അത്ഭുതം ചെയ്തു. പക്ഷേ അവരാരും പ്രതീക്ഷിച്ച സമയത്തല്ല, ദൈവത്തിൻ്റെ തക്ക സമയത്താണ്. ആ ഒരത്ഭുതം ആ ഒരു കുടുംബത്തിൻ്റെ പ്രശ്നം മാത്രമല്ല പരിഹരിച്ചത്, മറിച്ച് ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു സംഭവമായി തീരുകയാണ്. ഒരുപക്ഷെ കാത്തിരിപ്പ് ഒരു ശിക്ഷയല്ല, അത് ദൈവാനുഗ്രഹത്തിലേക്കുള്ള ഒരുക്കമാണ്. എന്നാൽ നാം കാത്തിരിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ അമ്മ മറിയം പറഞ്ഞ വാക്കുകൾ, അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുവീൻ. കാത്തിരിക്കുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടരുത്, പ്രാർത്ഥന അവസാനിക്കരുത്. അടഞ്ഞ വാതിലുകൾ ഒരു മനുഷ്യനും തുറക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. ദൈവം തീരുമാനിച്ച സമയത്ത് തുറക്കുന്ന വാതിൽ മനുഷ്യന് അടയ്ക്കുവാനും കഴിയുകയില്ല. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ ദിവസത്തെ ആർക്കും തടയുവാൻ കഴിയുകയില്ല. കാത്തിരിക്കുക, വിശ്വസിക്കുക, അനുസരിക്കുക. ദൈവത്തിൻ്റെ ഘടികാരത്തിന് ഒരിക്കലും മാറ്റം വരില്ല. ദൈവം ഒരിക്കലും താമസിക്കുന്നില്ല, തക്ക സമയത്ത് പ്രവർത്തിക്കുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022197 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.